1.5 മാസം മുൻപ് നവീകരിച്ച തിരുവനന്തപുരം ആര്യങ്കോട് പഞ്ചായത്തിലെ റോഡ് വീണ്ടും തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് ടാർ ഇളകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 1.5 മാസത്തിന് മുമ്പ് തിരുവനന്തപുരം ആര്യങ്കോട് പഞ്ചായത്തിലെ റോഡ് ടാർ ചെയ്തത്. ഏറെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതെ കിടന്നിരുന്ന ആര്യങ്കോട് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തുടലി മണവാരി റോഡ് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാറിംഗ് നടത്തിയത്. MLA CK ഹരീന്ദ്രനാണ് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ മഴ എത്തിയതോടെ നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിലെ ടാർ ഇളകി മാറി. ഇതോടെ റോഡിൽ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിൽ കരാറുകാരൻ കുഴികൾ അടച്ചുവെങ്കിലും അതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല. മഴ പെയ്താൽ പല ഭാഗത്തു നിന്നും എത്തുന്ന വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇക്കാരണത്താൽ ഇനിയും മഴ പെയ്താൽ ടാറിംഗ് താറുമാറാകുമെന്ന അവസ്ഥയിലാണുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് ഈ റോഡിങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി ഒരു ഫണ്ട് അനുവദിച്ചത്. അതിൽ നിന്ന് പോലും ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ അതോ ഈ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. റോഡിന്റെ നവീകരണ വേളയിൽ ഓട നിർമ്മാണത്തിനും നടപ്പാത കോൺക്രീറ്റ് ചെയ്യുന്നതിനും വിവിധ ഫണ്ടുകൾ അനുവദിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അവയൊന്നും നാളിതുവരെ പ്രാവർത്തികമായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ചെയ്ത ഉദ്യോഗസ്ഥരും ഇതിന് അനുബന്ധമായി നിന്ന് രാഷ്ട്രീയമായിട്ട് ഈ പ്രാദേശിക തലത്തിൽ ഇതിന് ഇതിനെ കട്ടുമുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാലങ്ങളായി അധികൃതരുടെ പുറകെ നടന്നാണ് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ അതിൽ പോലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി 1 മാസം പോലും റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ആരോടാണ് തങ്ങൾ പരാതി പറയേണ്ടതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.